അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞെത്തിയത് അവർ രണ്ടുപേരും തല്ലുകൂടാണ്. അതിൻ്റെ ഒരു അവസരം കാത്തുകൊണ്ട് മരത്തിന്മേൽ ഇരുന്നിരുന്ന ആ ബന്ദർ, അതായത് കുരങ്ങച്ചൻ താഴേക്ക് വന്ന് ഇറങ്ങി എന്ന് പറഞ്ഞു. ഇനി പറയാം ഉസ്നെ കഹ, എന്നിട്ട് ആ ബന്ദർ പറഞ്ഞു, ശുക്ർ കരോ, നിങ്ങൾ നന്ദി പറയൂ. കെ എന്തെന്നാൽ തുമേ ലോകോക്കെ, നിങ്ങൾ പൂച്ചകൾക്ക്, അതായത് തുമേ ലോകം നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾ പൂച്ചകൾക്ക്, ഗറോമെ വീടുകളിലൊക്കെ, ആസാനീസെ വളരെ എളുപ്പത്തോടെ, ഖുറാഖ് മിൽ ജാത്തി ഹെ ഭക്ഷണം കിട്ടപ്പെടുന്നു, അതായത് ഭക്ഷണം കിട്ടുന്നു. അപ്പോൾ നിങ്ങൾ ശുക്ർ പറയാൻ വേണ്ടിയത്, ഹംസെ നമ്മളിൽ നിന്ന് സബക് സീക്കോ പാഠം പഠിക്കൂ. അതായത് നമ്മളൊന്ന് നോക്കുങ്ങൾ, ഹം ജംഗൽമേ നമ്മൾ കാടുകളിൽ, ഖുറാഖേലിയെ ഭക്ഷണങ്ങൾക്ക് വേണ്ടി, കിത്തിനി മെഹ്നത്ത് കർത്തേ ഹേ എത്രത്തോളം എന്താകുന്നു പരിശ്രമിക്കുന്നു, ഫിർബി എന്നിട്ടും, ആപസ്മേ പരസ്പരം, അതായത് നമ്മൾ പരസ്പരം നെഹീലെടുത്ത് തല്ലുകൂടുന്നില്ല. നിങ്ങളാണെങ്കിലോ വീടുകളിലൊക്കെ എളുപ്പത്തിലോ കയറിയിട്ട് ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്, എന്നിട്ടും നിങ്ങൾ എന്താക്കുന്നു പരസ്പരം തല്ലുകൂടുന്നു. നമ്മളവസ്ഥകൾ കണ്ടില്ലേ? ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ എന്ന് ആര് ഉപദേശിക്കുകയാണ്? കുരങ്ങച്ചൻ ആ പൂച്ചകളോട് ഉപദേശിക്കുകയാണ്. ഇനിതാ അഗർത്തും ധോനോ, ഇനി നിങ്ങൾ രണ്ടാളും ലഡ്തീ രഹേത്തോ, ഇങ്ങനെ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കുത്ത വല്ല നായയും ആക്കർ വന്നിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ആ റൊട്ടി ഉണ്ടല്ലോ, കാജായങ്ക തിന്നുപോകും. നിങ്ങൾ രണ്ടുപേരും ഇതിനും വേണ്ടി തല്ലുകൂടിയിരിക്കും. അപ്പം നിങ്ങൾ നിലത്തുപേക്ഷിച്ച ആ റൊട്ടി അവർ തിന്നുപോകും അല്ലേ? എന്തൊരു നല്ല ഉപദേശമല്ലേ? എന്നിട്ട് പറയാം, ഓർ തും ധോനോക്കോ, നിങ്ങളുടെ ഭക്ഷണം ആ നായ കൊണ്ടുപോകുകയും ചെയ്യും. അതിനപ്പുറം തും ധോനോക്കോ, നിങ്ങൾ രണ്ടുപേർക്കും ജഹ്മീബി പരിക്കും കർ സക്താ ഹേ, നിങ്ങൾക്ക് പരിക്കും പറ്റുന്നതാണ് അല്ലേ? അപ്പം ഇനി എന്താ ചെയ്യുക? അപ്പം ബില്ലിയോന്, ആ പൂച്ചകൾ കുച്ച് ദേർ അല്പസമയം സോച്ച, അവർ ചിന്തിച്ചു. ഓർ ബന്ദർ സെ കഹ, എന്നിട്ട് കുരങ്ങച്ചനോട് പറഞ്ഞു, ഖേ എന്തെന്നാൽ, ബയ്യാ സഹോദര, തുംഹി നിങ്ങൾ തന്നെ ഇൻസാഫ് കർദോ, ഒരു നീതി കൊണ്ട് കാണിച്ചു തരൂ, നിങ്ങൾ തന്നെ ഒരു നീതി നടപ്പിലാക്കി തരുന്ന നീതി കാണിച്ചു തരുവച്ചു ബന്ദറിനെ. അപ്പം തന്നെ ബന്ദറിനെ കുരങ്ങച്ചൻ റൊട്ടിക്ക്, ആ റൊട്ടിയെ ദോ ടുക്ഡേക്കിയെ രണ്ട് കഷ്ണമാക്കി. ടുക്ഡേ പറഞ്ഞാൽ കഷ്ണമാക്കുക. ആ റൊട്ടിയെ രണ്ട് കഷ്ണമാക്കി. എന്നിട്ട് തറാസോ ഉഠാക്കർ, എന്നിട്ടൊരു തുലാസ് ഉയർത്തിയിട്ട്, ഉസ്കേ ദോനോ പലട്ടോമേ, ആ തറാസ് അതായത് ആ തുലാസിൻ്റെ രണ്ട് പ്ലേറ്റിൽ ഏക് ടുക്ടാരക്ക, ഓരോ കഷ്ണവും വെച്ചു. അന്നാക്കി രണ്ട് കഷ്ണമാക്കിയിട്ട് ഓരോ കഷ്ണവും ഇവിടെ വെച്ചു. ദോനോക്ക വസൻ, എന്നാലോ രണ്ടെണ്ണത്തിൻ്റെയും തൂക്കം ബറാബർനഥ, തുല്യമായിരുന്നില്ല, സമമായിരുന്നില്ല. അപ്പോൾ എന്താക്കി ഉസ്നെ, അപ്പോൾ ബന്ദർ ബഡേ ടുക്കുടേക്കോ, അതിൽ വലിയ കഷ്ണം ഉണ്ടല്ലോ, ആ വലിയ കഷ്ണത്തെ ദാന്ത് സെ പല്ലുകൊണ്ട് കുത്തുർക്കർ ഖാലിയ, കുത്തുർന്ന എന്ന് പറഞ്ഞാൽ കാറുക പറഞ്ഞാൽ കടിച്ചു കാറുക, അതായത് കടിച്ച് തിന്നുക എന്നർത്ഥം. കുത്തുർക്കർ കടിച്ച് കാറിയിട്ട് ഖാലിയ തിന്നു. അതായത് രണ്ടെണ്ണം തുലാസിൽ വെച്ചപ്പോൾ ഒന്ന് വലുതും മറ്റേത് ചെറുതുമായപ്പോൾ അവൻ എന്താക്കി, ആ വലുതെടുത്തിട്ട് കഷ്ണമാക്കി. എന്നിട്ട് എന്താക്കി, ദോബാര, എന്നിട്ട് കഷ്ണമാക്കിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യവും വസൻ കിയാത്തോ, തൂക്കിയപ്പോൾ, ഇപ്പോൾ ദൂസറാ ടുക്കട, ആദ്യം ചെറുതായിരുന്ന കഷ്ണമുണ്ടല്ലോ, ആ ദൂസറാ ടുക്കട മറ്റേ കഷ്ണം ഭാരി ഹോകയ, അതിന് ഭാരമായി. അപ്പം എന്തായി, ആദ്യത്തെ ചെറുതിപ്പോൾ വലുതായി മാറി. അപ്പം എന്താക്കി ഇവന് ടുക്കട ഭാര്യ. അപ്പോൾ ഉസ്കോബി, അപ്പോൾ ഇപ്പോൾ രണ്ടാമത്തെ കഷ്ണം ഉണ്ടല്ലോ അതിനെയും എന്താക്കി, ഉസ്കോബി അതിനെയും ഉസ്നെ അവൻ ദാന്തസെ പല്ലുകൊണ്ട് കാട്ട്കർ തിന്നിട്ട് തോടാസാ ഖാലിയ, കാട്ട്കർ കടിച്ചിട്ട് തോടാസാ ഖാലിയ, കുറച്ചുകൂടെ തിന്നു. ഓക്കെ, ഇനി ബാക്കി ഭാഗം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ചെറിയ ഭാഗമുള്ളൂ, എന്തായാലും ഇന്ന് ഇത്തിരി കുറച്ചേ എടുക്കുന്നുള്ളൂ. എല്ലാവരും ശരിക്കും പോലെ ക്ലാസ് ശ്രദ്ധിക്കുക. കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനിയും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുക. അസ്സലാമു അലൈക്കും.